സൗദിയിലെ വീട് കണ്ടാലോ? റിയാദിലെ ഞങ്ങൾ നിൽക്കുന്ന വീടിന്റെ ഹോം ടൂറാണ് ഇന്നിവിടെ കാണിക്കുന്നത്. കാണുമ്പോൾ ഒറ്റ വീടാണെങ്കിലും ഇതിന്റെ ഉള്ളിൽ 5 ആൾക്കാർ താമസിക്കുന്നുണ്ട്, 5 ഫാമിലി. പക്ഷെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധമില്ല. ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അത് ത്രൂ ആണ് കാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ കൈ ചൂണ്ടി നിൽക്കുന്ന ഭാഗമില്ലേ, അവിടെയാണ് ഞങ്ങളെ വീട് വരുന്നത്. ആ കാറിന്റെ സൈഡിൽ കൂടിയുള്ള എൻട്രിയാണ് ഞങ്ങൾക്കുള്ളത്. സൗദിയിൽ എവിടെയാണെന്ന് ചോദിക്കുന്നവരോട് റിയാദിലാണ്, എയർപോർട്ടിന്റെ ഏകദേശം അടുത്തായിട്ട് വരും കേട്ടോ. ഇന്ന് എല്ലാവരും വരും, നമുക്കൊന്ന് പോയിട്ട് കാണാം കേട്ടോ. ഞാൻ റോഡിന്റെ ഓപ്പോസിറ്റാണ് നിൽക്കുന്നത്. റോഡ് ക്രോസ് ചെയ്തിട്ട് വരായിട്ടോ. നല്ല അടിപൊളി ഏരിയയാണ്. ഇവിടെ ഫുള്ള് ചുറ്റും അറബ്സ് ആണ്. അതുപോലെ തന്നെ സിറ്റിന്റെ സെന്ററിലായതുകൊണ്ട് തന്നെ കാരിഫോറും അൽവഫയും എല്ലാ സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഒരു മാക്സിമം 3 കിലോമീറ്റർ അതിൻ്റെ ഉള്ളിൽ എല്ലാ സംഗതികളും നമുക്ക് കിട്ടും. ഇതാണ് നമുക്കുള്ള ഗേറ്റ്. ഇവിടെ ഒരു കുഞ്ഞു മുറ്റുണ്ട് കേട്ടോ. ഞങ്ങളെ പഴയ ഫർണിച്ചർ കളയാൻ വേണ്ടി വെച്ചതാണ്. മൂപ്പര് ഓഫീസിൽ പോയി ഒറ്റയ്ക്കല്ലേ പേടിയോലെ നിങ്ങൾക്ക് ചോദിക്കണോടാണ്. ആ ഗേറ്റ് ലോക്ക് ചെയ്യും, പിന്നെ ഈ ഡോർ ലോക്ക് ചെയ്യും, പിന്നെ ആരും ഇതിനുള്ള കയറില്ല. ഈ ഡോർ തുറന്നാൽ നേരെ നമ്മളെ കോണിപ്പടികളാണ്. ക്യാമറ എടുത്താൽ ഒരു ഫോട്ടോഷൂട്ട് നിർബന്ധം കേട്ടോ. കണ്ടോ ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കണേ. ഡോറിന്റെ ബാക്കിലായിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ചെടികൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വരൂ, നമുക്ക് മുകളിലേക്ക് സ്റ്റെപ്പ് കയറി പോവാം. സ്റ്റെപ്പ് കയറി വന്നാൽ നമ്മൾ മെയിൻ ഡോർ കാണാം. 2 വീടാണുള്ളത് കണ്ടോ, 2 ഡോറുകൾ. ഒന്ന് ഞങ്ങളതും ഒന്ന് അയൽവാസിൻ്റെയാണ് കേട്ടോ. അയൽവാസി എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളൊരു ഫാമിലി പോലെ തന്നെ ജീവിക്കണം. അടിപൊളിയാണ്. നമ്മൾ സെയിം വൈബിലുള്ള ആൾക്കാരാണ്. ശരിക്കും നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് ഓരെയാണ് കേട്ടോ. മിന്നിക്കുട്ടിനെ, ഈശാനെയും മീനനെയും എല്ലാവരും നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇനി മുകളിലേക്ക് സ്റ്റെപ്പുകളുണ്ട്, അത് ഓപ്പൺ ടെറസാണ്. വരും, അതും കൂടി ഒന്ന് കണ്ടിട്ട് പോവാം. എന്നിട്ട് പിന്നെ അകത്തേക്ക് കയറാം അല്ലേ. തണുപ്പ് കാലത്ത് നമ്മളിങ്ങനെ ടെറസിൽ പോയിരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന സോഫയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ മൂലയിൽ കാണുന്നത്. ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ഇതാണ് ഓപ്പൺ ടെറസ്. നന്നായിട്ട് ആകാശം കണ്ട് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ്. ടെറസിന് വേറെ അവകാശികളൊന്നുമില്ല, ഞങ്ങൾ 2 ടീംസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ ടെറസ് ഞങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യലുണ്ട്. കണ്ടോ, ഇവിടെ അയ കെട്ടിയിട്ടുണ്ട്, ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിടാൻ. അതുപോലെ തന്നെ ചിക്കൻ ചൂടുന്ന പരിപാടിയൊക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ ടെറസിൽ. ഇനി വരൂ, വീടിൻ്റെ ഉള്ളിലൊന്ന് കയറി എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് അറിയാം. മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് കയറി ചെല്ലുന്ന ഒരു ഹാളാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഈ വീട്ടിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇവിടെയാണ് സമയം ചെലവഴിക്കൽ. ഇത് നമ്മളെ യാമിമോളെ കുഞ്ഞു വീടാണ് കേട്ടോ. ഒരു സൈഡിൽ ചെറിയ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് അതിന് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ചിലപ്പോൾ ലൈവൊക്കെ അവിടെ ഇരുന്നിട്ടാണ് ഇടൽ. ഇതൊന്ന് സൂം ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഈ ഹാൾ എത്രത്തോളം വലുതാണെന്നുള്ളത്. TV യൂണിറ്റിൻ്റെ താഴെ ഇതിൻ്റെ ചെറിയ കലാവിരുതുകളൊക്കെ ഉണ്ട്. കുറച്ച് ചെടികളും അതുപോലെ തന്നെ കുറച്ച് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. യാമിമോൾ കിച്ചണിൽ എന്തൊക്കെയോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കട്ടൊക്കെ ചെയ്ത് വെച്ച് കാണാനുണ്ട്. സോ നമുക്ക് ആ ഏരിയയിൽ പോകണ്ട. പിന്നെ ഒരു ദിവസം വലിയൊരു ഹോം ടൂറാക്കി എടുക്കാം. ഹാളിൽ നിന്ന് ഉള്ളോട്ട് പോകുമ്പോൾ അവിടെ ചെറിയൊരു ഏരിയ ആണ്. അവിടെ നമ്മൾ അയൺ ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ സൈഡിൽ ടേബിളും അതിൻ്റെ മുകളിൽ കുറച്ച് ചെടികളും പിന്നെ യൂട്യൂബ് സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ഞാനങ്ങനെ ഭയങ്കര ചെടി ലവറൊന്നും ആയിരുന്നില്ല. പക്ഷേങ്കിൽ ഇതൊക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര താല്പര്യം കേട്ടോ. അപ്പോൾ അതിലൊക്കെ ഇവിടെ ചെടി വെക്കാൻ വേറൊരു കാരണം കൂടി ഉണ്ട്. ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിൽ കൂടി അവർക്ക് സൂര്യപ്രകാശമൊക്കെ അത്യാവശ്യമാണല്ലോ. സോ ഈ വിൻഡോ കൂടി അത്യാവശ്യത്തിലധികം സൂര്യപ്രകാശം കിട്ടും. അവിടെ നേരെ വന്നാൽ നമ്മൾ ഫ്രിഡ്ജ് ഇട്ട ഏരിയയാണ്. ഇവിടെ 2 ഡോർ കണ്ടോ, അതിൻ്റെ ബാക്കിൽ ഒരു കഥ ഉണ്ട്. ഈ ഡോർ ഓപ്പൺ ചെയ്താൽ നമുക്ക് നേരെ നമ്മൾ അയൽവാസിൻ്റെ ഹാളിലെത്താൻ വേണ്ടി സാധിക്കും. പൊതുവേ ഞങ്ങളത് ഓപ്പൺ ചെയ്തിട്ടുള്ളതാണ്, മക്കളൊക്കെ അവിടെ ഇവിടെ ഓടി കളിക്കട്ടെ എന്നുള്ളൊരു തീരുമാനത്തിൽ. സൈഡിൽ മിക്സൊക്കെ യൂസ് ചെയ്യുന്ന ടേബിളാണ് കേട്ടോ കണ്ടത്. അതിൻ്റെ മുകളിലും കുറച്ച് ചെടികളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കിച്ചണിൻ്റെ ഡോറാണ്. ഈ സൈഡിൽ കാണുന്നത് ബെഡ്റൂമിൻ്റെ ഡോറാണ്. ഈ വലിയ മണി പ്ലാന്റ് ആണ് ഈ റൂമിൽ ഫസ്റ്റ് ആയിട്ട് ഉണ്ടായ ചെടി. അത് സർപ്രൈസ് ആയിട്ട് നാട്ടിൽ നിന്ന് എനിക്ക് കൊടുത്തയച്ചതായിരുന്നു. മറ്റുള്ളതൊക്കെ പുതിയ കളക്ഷൻസ് ആണ്. അതൊക്കെ വേര് വന്നോ ഇല്ലേന്ന് ഡെയിലി നോക്കലാണ് എൻ്റെ പരിപാടി. ഇനി നമുക്ക് ഡോർ തുറന്ന് കിച്ചണിലേക്ക് കയറാം. എല്ലായിടത്തും അത്യാവശ്യത്തിലധികം ഡോറുകൾ ഉണ്ട് എന്നുള്ളതും കൂടെ ഈ റൂമിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഇനി കുറച്ച് കിച്ചൺ വിശേഷങ്ങളാവാം. ആ മൂലൊക്കെ കണ്ടോ, അതാണ് ഫിൽറ്റർ. പിന്നെന്താ കുറച്ച് കബോർഡ്സ് ഉണ്ട്, ഗ്യാസ്, സിങ്ക്, അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അത് കട്ടിങ്ങിനുള്ളൊരു ചെറിയൊരു ഏരിയ. കൂടുതലായിട്ട് കിച്ചനെ കുറിച്ച് പറയാൻ മാത്രമൊന്നുമില്ല. ഒരു കുഞ്ഞു കിച്ചണ്. ബാക്കിൽ ഡോറിൻ്റെ സൈഡിലായിട്ട് ഒരു സ്റ്റോറേജിലുള്ള ഷെൽഫും കൂടെ ഉണ്ട്. മസാലാസൊക്കെ ഇതിലാണ് വെക്കൽ. ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. പക്ഷേങ്കിൽ അടിയിൽ വെച്ചാൽ യാമിമോൾ അതുകൊണ്ട് കൂട്ടാണ്ടാക്കുന്നു വിചാരിച്ചിട്ട് എല്ലാം മുകളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ബെഡ്റൂമിലേക്ക് പോവാം. ഡോറൊക്കെ തനിയെ ഓപ്പണായി വരുന്നുണ്ട്. പാത്തു നീക്കിന് മുമ്പ് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേങ്കിൽ സാധിച്ചില്ല. ഇതാണ് ബെഡ്റൂം. ഒറ്റ ബെഡ്റൂമേ ഉള്ളൂ, പക്ഷേങ്കിൽ അത്യാവശ്യത്തിലധികം വലുപ്പമുണ്ട്. താഴെ യാമിമോക്ക് വേണ്ടി സ്പെഷ്യൽ ബെഡ് ഉണ്ട്, ഷീറ്റൊക്കെ വിരിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ അഥവാ മൂത്രയ്ക്കൊക്കെ ചെയ്താൽ ബെഡിലാവണ്ടല്ലോ എന്ന് കരുതി ഓൾ അതിലാണ് കിടത്തൽ. പിന്നെ ആ ഡോർ കണ്ടോ, അത് ഓപ്പൺ ചെയ്താൽ ടോയ്ലറ്റാണ്. അത്യാവശ്യം ഒരു ബെഡ്റൂമിൻ്റെ സൈസിൽ ടോയ്ലറ്റും ഉണ്ട്. പിന്നെ ഞങ്ങൾ പണ്ടേ കലാകാരന്മാരായതുകൊണ്ട് തന്നെ ചുമരിൽ നിറയെ ചുമർ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഹോം ടൂർ. ഒരു ചെറിയ വീട്, പക്ഷേ അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള, ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, എനിക്കല്ല ഇഷ്ടമായി കേട്ടോ. നമുക്കൊരു എല്ലാ വീട്ടിലും നമുക്ക് മനസ്സിനിണങ്ങിയ വീടൊന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇത് എനിക്ക് മനസ്സിനിറങ്ങിയ വീട്. നമുക്ക് നല്ലപോലെ സൈക്കിൾ ചോട്ടി കളിക്കാനും എല്ലാത്തിനും സ്പേസ് ഉള്ള ഭയങ്കര ഒരു
സ്പേസ് നല്ല നമുക്ക് ഇഷ്ടംപോലെ സ്ഥലമുള്ള പോലെ ഫീൽ ചെയ്യും. ഒരു ബെഡ്റൂം ഉള്ളൂ, എന്നാലും നമുക്ക് ഒരുപാട് സ്ഥലമുണ്ട്. അപ്പോൾ തന്നെ എത്ര ആൾക്കാർ വന്നാലും നമുക്ക് നിറഞ്ഞ പോലെ തോന്നില്ല. അത് നല്ലൊരു അടിപൊളി വീടാണ്. എന്തോ അപ്പോൾ എങ്ങനെ ഓക്കെ ബൈ. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.